ഹലോ കൂട്ടുകാരി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നല്ല മഴക്കാറുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ ഇന്ന് ബട്ടർ ഫ്രൂട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അത് വിചാരിച്ച് ഞാനല്ല കേട്ടോ പറിക്കുന്നത്, ഇന്ന് ബാബുണ്ണനാണ് പറിക്കുന്നത്. പിന്നെ ഞാനും ഏട്ടനുണ്ട് കേട്ടോ ഹെൽപ്പിന്. തോട്ടിയിൽ പറിച്ച് ചാക്കിലാക്കിയിട്ട് ഇത് ചാക്ക് കെട്ടി ഇറക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ മരത്തിന് നല്ല പൊക്കമുണ്ട് കേട്ടോ. പൊക്കം മാത്രമല്ല, ഇതിൻ്റെ താഴേക്ക് ഒരു കുഴിയാണ്. അപ്പം മരത്തിൽ നിന്ന് ഇട്ടാൽ പിന്നെ വേഗം പൊട്ടിപ്പോവും. പിന്നെ കൊടുക്കാനുള്ളതായതുകൊണ്ട് പൊട്ടിയതൊന്നും എടുക്കില്ലല്ലോ. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ കായ്ക്ക് വലിപ്പവും കുറവാണ് കേട്ടോ. ഇത്ര നാളും വെയിലായിരുന്നില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. തോട്ടിക്ക് പറിക്കാൻ പറ്റാത്തത് ഞാൻ കൈ കൊണ്ട് പറിച്ച് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏട്ടൻ താഴെ നിന്ന് ചാക്ക് കൊണ്ട് പിടിക്കുന്നുമുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം ചെയ്തപ്പം മരത്തിൻ്റെ കൊമ്പിലൊക്കെ കുടുങ്ങിയിട്ട് പൊട്ടിപ്പോവുമായിരുന്നു കേട്ടോ. പിന്നെയാണ് ചാക്കൊക്കെ കെട്ടി ഇറക്കി കൊടുക്കുന്ന രീതിയിലാക്കിയത്. അതാകുമ്പോൾ എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കയറ് കൊമ്പിൽ കുടുങ്ങുക, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം. മഴ തുടങ്ങിയ ബട്ടർ ഫ്രൂട്ടിന് വില കുറയും. ഇപ്പം തന്നെ ആളെ കിട്ടാഞ്ഞിട്ട് മഴക്കാലമായി, അപ്പോഴാണ് ബട്ടർ ഫ്രൂട്ട് പറിക്കുന്നത്. ഏട്ടൻ അങ്ങനെ വലിയ മരത്തിലൊന്നും കയറില്ല, ചെറിയ ചെറിയ മരങ്ങളിലൊക്കെ കയറും, വലിയ മരത്തിലൊന്നും കയറില്ല കേട്ടോ. ഇപ്പോൾ ചാക്കൊക്കെ ഒന്ന് അറിയാനായപ്പോൾ ബാബുണ്ണൻ മേലേന്ന് ഇറക്കി തന്നു. പിന്നെ ഞാനും ഏട്ടനും കൂടി അത് വേറൊരു ചാക്കിലേക്ക് ചെരിഞ്ഞിട്ട് പിന്നെയും ചാക്ക് മേലേക്ക് കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബട്ടർ ഫ്രൂട്ട് പറിക്കുന്നത്. ജാതിക്ക പറിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലത്തെ ആ ജാതിക്ക പറിക്കുന്ന സാധനം കൊണ്ടാണ് കേട്ടോ ബട്ടർ ഫ്രൂട്ടും പറിക്കുന്നത്. ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഇപ്പോൾ മരം വലുതായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബട്ടർ ഫ്രൂട്ട് പറിക്കാൻ. അപ്പോൾ പിന്നെ മരത്തിൽ തന്നെ കയറി പറിക്കണ്ടേ. അപ്പോൾ വലിയ മരത്തിലായിട്ട് കയറാത്തതുകൊണ്ട് വേറൊരാളെ വിളിച്ചതാണ്. അതിന് പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിൽ കൊണ്ട് വെച്ചു കേട്ടോ. ഏകദേശം ഒരു മുക്കാൽ ചാക്ക് ഉണ്ടായിരുന്നു. 2 ചാക്കിലായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ നന്നായിട്ട് തുടച്ച് അതിൻ്റെ മുകളിൽ ഒരു ഞെട്ടുണ്ടാവില്ലേ, അതൊക്കെ കളഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ പൊട്ടിയതും പിന്നെ അതിൻ്റെ മുകളിൽ കറുപ്പൊക്കെ വന്നതൊന്നും എടുക്കില്ല. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ. തുണിയും മുറ്റത്തിട്ടിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ 2 പണിയും നടക്കുമല്ലോ, തുണിയും ഉണങ്ങും, എൻ്റെ ഈ പണിയും നടക്കും. അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു പെരുമഴയും പെയ്തു കേട്ടോ. ഇത് ഇന്ന് രാവിലത്തെ വീഡിയോ ആണ്. ഇന്നലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണ് കേട്ടോ, നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് മഴക്കാലം പിടിച്ച പോലെ ആയത്. ഇന്നലെ മഴ പെയ്ത് കണ്ടപ്പോൾ രാവിലെ വഴുതനങ്ങ പറിക്കാൻ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പം രാവിലെയും മഴ. അപ്പോൾ പിന്നെ കുടയെടുത്തങ്ങ് വഴുതനങ്ങ പറിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള, 2 ക്യാരറ്റ്, 2 പച്ചമുളക്, 1 വഴുതനങ്ങ, പിന്നെ 2 പയർ, നീളം പയറാട്ടോ എടുത്തത്. ഇവയെല്ലാം കൂടിയിട്ട് പിന്നെ പരിപ്പ് വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ പരിപ്പ് കുക്കറിലാണ് വേവിച്ചത്. അത് കലത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 10 ചുവന്നുള്ളി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വാളൻപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു കിഴങ്ങിൻ്റെ കാര്യം വിട്ടുപോയിട്ട് പറയാൻ, ഒരു മീഡിയം സൈസിലുള്ള കിഴങ്ങും നേരത്തെ വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കലത്തിലിട്ട് കൊടുത്തിരുന്ന പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറിയുള്ളിയില്ലേ, അതും 2 തക്കാളി അരിഞ്ഞതും പിന്നെ 2 മുരിങ്ങക്കായ അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 10 വെണ്ടക്ക ഒന്ന് വഴറ്റിയെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെല്ലെ തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കറിക്ക് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് ഞാൻ വറുത്തെടുക്കട്ടെ. അപ്പോൾ കറിയിലേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് വാങ്ങി വെക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് 3-4 ചുവന്നുള്ളി, 2-3 ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില ഇവയെല്ലാം മൂപ്പിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.